2006 ഞാൻ ഈ വീടിൻ്റെ പണി തുടങ്ങിയത്. ഇതൊരു ബാംബു റീഇൻഫോഴ്സ്ഡ് ഹൗസാണ്. ഇപ്പോൾ മുളയും സിമൻറ്റും കമ്പിയും ഒക്കെ കൂടിയുള്ളൊരു സങ്കര സ്വഭാവത്തിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ടൂറിസം നമുക്കൊരു വരുമാന മാർഗ്ഗമാണ് ഭാവിയിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പരമാവധി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ടൂറിസം മേഖലയിൽ നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആ എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാവുന്ന ഒന്നാണ് മുള എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാന്താരി ബിസ്ക്കറ്റ്, കരിവേപ്പില ബിസ്ക്കറ്റ്, ജിഞ്ചർ ബിസ്ക്കറ്റ് ആൻഡ് പെപ്പർ ബിസ്ക്കറ്റ്, അതിൻ്റെ ഇപ്പോൾ ബാംബു റൈസ് ബിസ്ക്കറ്റും, ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഈ യൂണിറ്റിൽ ഉണ്ടാക്കുന്നത്. ധാരാളമായിട്ട് പ്ലാസ്റ്റിക് സ്ട്രോ നമുക്കുന്നുണ്ട്, അത് നിരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരമായിട്ട് ലോക്കലായിട്ട് തന്നെ സ്ത്രീകൾക്ക് വെട്ടിയെടുത്ത് ഈസിയായിട്ട് പ്രോസസ്സ് ചെയ്ത് സ്ട്രോകളുടെ നല്ലൊരു യൂണിറ്റ് നമുക്കിവിടെ തുടങ്ങാൻ കഴിയും. എൻ്റെ പേര് ബാബുരാജ്. ഞാൻ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ, വയനാട് ജില്ലയിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 10-60 വർഷങ്ങളായി ഞാൻ ഈ ഗ്രാമത്തിൽ തന്നെയാണ് ജനിച്ച് വളർന്നത്. മുളയുമായി ബന്ധപ്പെട്ട കുറേ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുള ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിക്കൊണ്ട് അതിൻ്റെ കൃഷി, അതിൻ്റെ വാല്യൂ അഡീഷൻ, അതിൻ്റെ മറ്റ് സാധ്യതകൾ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തൊട്ട് ഉള്ള ഏരിയകളിലൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാമത്തെ ഒരു ബാംബു ഹെറിറ്റേജ് വില്ലേജായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ടൂറിസം ഗ്രാമം കൂടിയാണ്. അപ്പോൾ ആ ടൂറിസം ഗ്രാമത്തിൽ മുളയുടെ ഒരു പ്രത്യേകതകളും അതിൻ്റെ സാധ്യതകളും ഒന്നുകൂടി നമുക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഈ ഗ്രാമത്തിൻ്റെ ഒരു സുസ്ഥിര വികസനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ തനതായ മുളയായിട്ടുള്ള ബാംബൂസ ബാംബൂസ് എന്നറിയപ്പെടുന്ന മുള്ളുമുളയാണ്. അപ്പോൾ കേരളത്തിൻ്റെ സുലഭമാണ്, എല്ലാ ഭാഗത്തും ഈ മുളകളുണ്ട്. വലിയ മുളം കൂട്ടങ്ങളായി മാറി അത് മുള്ളും പിന്നെ അതേപോലെ ചുറ്റും ധാരാളം ശാഖകളൊക്കെയായി നമുക്ക് അടുക്കാൻ കഴിയാത്ത രൂപത്തിൽ നമ്മളെ കാട്ടിലെല്ലാം വളർന്നു നിൽക്കുന്ന മുളയാണ്. പക്ഷേ ഏറ്റവും ശക്തിയുള്ള മുളയാണിത്, ഏറ്റവും നല്ല മുളയാണിത്. അതേപോലെ ഇത് നമുക്ക് കൃഷി ചെയ്യാനും കൂടി പറ്റുന്നതാണ്. എങ്കിൽ പോലും മുളയെക്കുറിച്ച് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു മുള ഇതാണ്. അതുകൊണ്ടാണ് മുളയോടൊരു എതിർപ്പ്, അല്ലെങ്കിൽ മുള കൃഷി ചെയ്യുന്നതിന് ആളുകൾ മടിക്കുന്നത് ഈ മുളയെക്കുറിച്ചുള്ള സങ്കല്പം കൊണ്ടാണ്. എന്നാൽ മുള വളരെ വൈവിധ്യമാർന്നൊരു സസ്യജാലമാണ്. 1860 തരം മുളകൾ ഇന്ന് ലോകത്തിൻ്റെ നമുക്ക് പറയപ്പെടുന്നത്. അപ്പം അതെല്ലാം വ്യത്യസ്തമാണ്. ഇതിൽ 1-2 മുളകൾക്ക് മാത്രമേ മുള്ളുള്ളൂ. ബാക്കിയെല്ലാം മുള്ളില്ലാത്ത പല വണ്ണത്തിലും പല നീളത്തിലുമെല്ലാമുള്ള ഓട്ടയുള്ള മുളകൾ, ഓട്ടയില്ലാത്ത മുളകൾ, ഇങ്ങനെയൊക്കെയുള്ള പല സോളിഡ് ബാമ്പു ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മുളകളാണ് നമുക്ക് കൃഷി ചെയ്യേണ്ടത്. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മുള്ളില്ലാത്ത മുളവർഗ്ഗങ്ങൾ ആണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത്. ഈ മുളകളും നമുക്ക് നല്ലതാണ്. പക്ഷേ ഇത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൂണിങ് എന്നൊരു കാര്യം ചെയ്യണം. അതായത് ഇതിൻ്റെ താഴെയുള്ള ശാഖകളും മുള്ളുകളെല്ലാം എല്ലാ വർഷവും വെട്ടി മാറ്റുകയാണെങ്കിൽ ഇത് മറ്റ് മുളകളെക്കാൾ കൂടുതൽ ഈൽഡ് തരുന്ന ഏറ്റവും ഉപയോഗമുള്ള ഒരു മുളയായിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റും. സ്ട്രെയിറ്റ് ആയിട്ട് വളരുകയും ചെയ്യും അങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ. അപ്പോൾ മുള നമുക്ക് ഇപ്പം കാപ്പി ആയാലും പിന്നെ തെങ്ങായാലും നമ്മൾ എല്ലാ വർഷവും ഒരുക്കാറുണ്ട്. ഈ ഓരോ തേങ്ങ പറിക്കുമ്പോഴും തെങ്ങ് ഒരുക്കുന്നതുകൊണ്ടാണ് തെങ്ങ് ആകെ പിന്നെ വൃത്തിയായിട്ട് നിൽക്കുന്നത്. ഇതേപോലെ മുളയുടെ ഒരു കൃഷി എന്ന നിലയിൽ മുളയെ നമുക്ക് സമീപിക്കുമ്പോൾ അതിൽ പ്രൂണിങ് നടത്തി കൃത്യമായ മെയിൻ്റനൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം 4 വർഷം വരെ ഇങ്ങനെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിളവ് തരുന്ന, നല്ല ആദായം കിട്ടുന്ന ഒരു വിളയായിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ കഴിയും. ഇത് തോട്ടി, ഫർണിച്ചർ പോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന വളരെ ഉപയോഗപ്രദമുള്ളൊരു കൊമേഴ്ഷ്യൽ ബാമ്പുവാണ്. അഫിനിസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് നമുക്ക് നോർത്ത് ഈസ്റ്റിൽ നിന്നാണ് നമ്മളിത് കൊണ്ടുവന്നത്. ഇത് നട്ടുപിടിപ്പിച്ച് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കി നമ്മൾ ഈ പ്രദേശത്ത് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ ബാമ്പു ഫർണിച്ചറിന് വലിയ സാധ്യതയാണുള്ളത്. കാരണം പ്ലാസ്റ്റിക് നിരോധിക്കപ്പെടുകയും മരങ്ങളുടെ ലഭ്യത കുറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന, വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാവുന്ന ഒരു മരമാണ് ശരിക്കും മുള. അപ്പോൾ ബാമ്പു ഫർണിച്ചർ ഇന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. എല്ലാ തരത്തിലുള്ള മോഡേൺ ഫർണിച്ചറുകളാണ് ഇന്ന് മുള കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ വലിയ മാറ്റങ്ങളാണ്
ഫർണിച്ചർ രംഗത്ത്, മുളയുമായി ബന്ധപ്പെട്ട ഫർണിച്ചർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു നല്ല മുള കൂടിയാണ് വാസ്തവത്തിൽ ഈ മുള. പുഴയുടെ പക്കത്തെല്ലാം ധാരാളമായിട്ട് വളർന്നു നിൽക്കുന്ന പുഴയോര സംരക്ഷണത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു മുളയാണ് വാസ്തവത്തിൽ. ഇത് ഓടവർഗത്തിൽപ്പെടുന്ന ഇതാണ്. സ്ക്രിപ്റ്റോറിയ എന്നാണ് ഇതിൻ്റെ പേര്. ഒക്കുലാണ്ട സ്ക്രിപ്റ്റോറിയ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇതിൻ്റെ ഒരു വ്യാവസായിക പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മുള കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്ട്രോ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം ധാരാളമായിട്ട് പ്ലാസ്റ്റിക് സ്ട്രോ നമുക്കുന്നുണ്ട്, അത് നിരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരമായിട്ട് ലോക്കലായിട്ട് തന്നെ സ്ത്രീകൾക്ക് വെട്ടിയെടുത്ത് ഈസി ആയിട്ട് പ്രോസസ്സ് ചെയ്ത് സ്ട്രോകളുടെ നല്ലൊരു യൂണിറ്റ് നമുക്കിവിടെ തുടങ്ങാൻ കഴിയും. അതിന് പറ്റുന്ന ഏറ്റവും നല്ല മുള കൂടിയാണ് വാസ്തവത്തിൽ ഈ സ്ക്രിപ്റ്റോറിയ എന്ന മുള. ഇതുപോലെ തന്നെ ഇത് നമുക്ക് ആഭരണ നിർമ്മാണത്തിന് ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ മുത്തുകളാക്കി മാറ്റാം. കാരണം ഏത് വണ്ണത്തിലുള്ള മുത്തുകളും നമുക്കിതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ചെറിയ മുത്തുകൾ നമുക്കുണ്ടാക്കി പലതരത്തിലുള്ള ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിന് ഏറ്റവും ഉതകുന്ന ഒരു മുളയാണ് വാസ്തവത്തിൽ സ്ക്രിപ്റ്റോറിയ. അപ്പം ഇതേപോലെ ഞങ്ങളിതിനെ ഒരു ബാമ്പു പെന്നുണ്ടാക്കുന്നൊരു പിന്നെ ഇതായിട്ടാണ് മാറ്റിയത്. ഇതിനെ ഞങ്ങൾ പെന്നോട എന്നാണ് ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതേപോലെയുള്ള കരകൗശല നിർമ്മാണത്തിനും അതേപോലെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനും ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഇതിനെ മാറ്റിയെടുക്കേണ്ടത്. ഏറ്റവും കൂടുതൽ വ്യാവസായിക പ്രാധാന്യമുള്ള മറ്റൊരു മുളയാണിത്. ഡെൻഡ്രോക്കലാമ സ്ട്രിക്റ്റസ് എന്നാണ് ഇതിൻ്റെ പേര്. കല്ലമുള എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നമുക്ക് വാഴക്കുത്തിനൊക്കെ പറ്റുന്നത്. വാഴക്കുത്ത്, അതേപോലെ നമ്മളെ ഡൊമസ്റ്റിക് പർപ്പസ് പച്ചക്കറി പന്തൽ, അതുപോലെ വേലികൾ, ഇതിനൊക്കെ പറ്റുന്ന മുള്ളില്ലാത്ത നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മുള കൂടിയാണ് ഈ ഡെൻഡ്രോക്കലാമ സ്ട്രിക്റ്റസ്. ഒരു 30 അടി 35 അടി ഉയരം വരും. ഒരു 3 വാഴയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്ന കുത്ത് നമുക്ക് ഒന്നിൽ കിട്ടും. ഒരു മുളയ്ക്ക് ഒരു 100 മുതൽ 150 രൂപ വരെ വിലയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കണ്ടറിയാം. ഈ കുണ്ടയിൽ തന്നെ ഏതാണ്ടൊരു 50-ലധികം മുളകളുണ്ടെന്നുള്ളതാണ്. അപ്പം നമുക്ക് കൃഷി ചെയ്യാവുന്ന മുള്ളില്ലാത്ത എളുപ്പത്തിൽ വെട്ടിയെടുക്കാൻ കഴിയുന്നൊരു മുള ഇനമാണ് ശരിക്കും ഈ കല്ലമുള. ഇപ്പം തന്നെ നമുക്ക് ഇത് ബിൽഡിംഗ് പർപ്പസിന് ഏറ്റവും നല്ലതാണ്. കഴുക്കോലായിട്ട് നമുക്കിതിന് ഉപയോഗിക്കാം. ഇപ്പോൾ ഇന്ന് ടൂറിസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബാംബു കോട്ടേജുകളുടെ ഒരു പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. അപ്പം കാരണം ഏറ്റവും കൂടുതൽ തണുപ്പുള്ളതും അത് തണുപ്പുണ്ടാക്കുന്നതും അതേപോലെ ചൂടിനെ നിയന്ത്രിക്കുന്നതൊക്കെയുള്ള ഇത് ആണ് മുള എന്നുള്ളത് കൊണ്ട് തന്നെ കോട്ടേജുകൾക്ക് വലിയ പ്രാധാന്യമാണ് ഇന്നിപ്പം ടൂറിസം മേഖലയിൽ വരുന്നത്. അപ്പോൾ അത്തരം നിർമ്മിതികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കഴുക്കോലായി വാരികളായി ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മുള കൂടിയാണ് വാസ്തവത്തിലേത്. അപ്പോൾ ഈ പ്രദേശം ഞങ്ങളൊരു 10 വർഷം മുമ്പ് ഒരു ചെറിയ ടൂറിസം ലെവലിലേക്ക് മാറ്റിയൊരു സ്ഥലം കൂടിയാണ്. മുളയും അതുമായി ബന്ധപ്പെട്ട ബാംബു കോട്ടേജുകളും ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നന്നായിട്ട് തന്നെ നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ടൂറിസം നമുക്കൊരു വരുമാന മാർഗ്ഗമാണ് ഭാവിയിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പരമാവധി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ടൂറിസം മേഖലയിൽ നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആ എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാവുന്ന ഒന്നാണ് മുള എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ ഈ വീട്ടിൻ്റെ പണി തുടങ്ങിയത്. ഇതൊരു ബാംബു റീഇൻഫോഴ്സ്ഡ് ഹൗസാണ്. അപ്പം മുളയും സിമൻറ്റും കമ്പിയും ഒക്കെ കൂടിയുള്ളൊരു സങ്കര സ്വഭാവത്തിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. അപ്പം ഭാവിയിൽ നമുക്ക് ഇരുമ്പിൻ്റെ ലഭ്യത, സ്റ്റീലിൻ്റെ ഒക്കെ ലഭ്യത വളരെയധികം പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. അപ്പം കമ്പിക്ക് പകരം അല്ലെങ്കിൽ സ്റ്റീലിന് പകരം നമുക്ക് മുള ഉപയോഗിക്കുക എന്നുള്ള ഒരു രീതി, ഒരു നിർമ്മാണ രീതി നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 10-16 വർഷം മുമ്പ് തന്നെ ഈ മേഖലയിൽ നമ്മൾ ബിൽഡിംഗ് നിർമ്മാണ മേഖലയിൽ ഒരു ചെറിയ ശ്രമം നമ്മൾ നടത്തിയ സ്വന്തം വീട് തന്നെ അങ്ങനെ ചെയ്യാമെന്നുള്ളതിലാണ് ഞാൻ ഈ പലതരം മുളകൾ ഉപയോഗിച്ച് ഓരോ നിലയും നമ്മൾ പണിത്. ഇതൊരു 3 നിലയുള്ള വീടാണ്. ഓരോ നിലയിലും ഉപയോഗിച്ചിരിക്കുന്ന വ്യത്യസ്തമായ മുളകളാണ്.
അപ്പം കമ്പിക്ക് ഒരു ഭാഗത്ത് ഒരു 6 mm കമ്പി മാത്രമാണ് ഞാനിതിൽ വാർക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. അപ്പം 30% സ്റ്റീലും 70% മുളയും ഉപയോഗിച്ചുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ വീട് പണിതിരിക്കുന്നത്. എന്നാൽ ചെറിയ വീടുകളെല്ലാം നമുക്ക് വെറും മുള മാത്രം, സ്റ്റീൽ ഉപയോഗിക്കാതെ വെറും മുള മാത്രം ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജി ഇന്ന് ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ധാരാളം സ്ഥലത്ത് ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ചുമരുകളും മുള തന്നെയാണ്. അപ്പം നമുക്ക് വലിയ മണ്ണോ അല്ലെങ്കിൽ ഇഷ്ടികളോ, എനിക്കൊന്ന് പ്ലാസ്റ്റിക്കിനേക്കാൾ ഭീകരമായിട്ടുള്ള സാധനമാണ് ഇഷ്ടിക എന്നുള്ളതാണ്. മണ്ണ് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 6000-7000, പ്ലാസ്റ്റിക് ഒരു 1000 വർഷം കൊണ്ട് മണ്ണിൽ ഡീകമ്പോസ് ചെയ്യുമെങ്കിൽ 1000-1500 വർഷമൊക്കെ മതി എന്നാണ് പറയുന്നത്. എന്നാൽ ചുട്ട ഇഷ്ടികകൾ, ചുട്ട മണ്ണ് ഒരിക്കലും മണ്ണിലേക്ക് ഡീകമ്പോസ് ചെയ്യപ്പെടുന്നില്ല. അത് പ്ലാസ്റ്റിക്കിനേക്കാൾ ഭീകരമായിട്ട് വർഷങ്ങളിലൂടെ അത് നിലനിൽക്കുന്നുള്ളതാണ്. അവിടെ ജീവജാലങ്ങളോ മറ്റ് ജൈവമായിട്ടുള്ളൊരു സാധനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഇഷ്ടിക ചുടുന്ന, മണ്ണ് ചുടുന്നത് അതിഭീകരമായിട്ടുള്ളൊരു സാധനം കൂടിയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് മഡ് കൊണ്ടും മുള കൊണ്ടുള്ള വീടുകളാണ് ഇനി നമുക്ക് അടുത്ത നൂറ്റാണ്ടിൻ്റെ വീടുകളായിട്ട് മാറേണ്ടത് മഡ് ഹൗസുകളാണ്. അപ്പോൾ ആ മഡ് ഹൗസുകളുടെ മഡ് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, മഡും മുളയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പ്രകൃതിജന്യ വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണ രീതി നമ്മൾ വളർത്തി എടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ വീട് പണിത്. ഞാൻ ഈ വീടിന് പേരിട്ടിരിക്കുന്ന ബാംബു വില്ല എന്നാണ്. അപ്പം മുള പരമാവധി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ റെയിലിങ്സ്, അതേപോലെ തന്നെ ഇതിൻ്റെ ബാൽക്കണികൾ, ഗോവണികൾ, ഇതിലൊക്കെയാണ് ഇപ്പം മുള ഉപയോഗിച്ചത്. അതേപോലെ കോൺക്രീറ്റിൻ്റെ ഉള്ളിലാണ് ഇതിൽ കൂടുതലായിട്ട് മുള ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ബെന്നി എന്നാണ്. ഞാൻ ഒരു 10-18 വർഷമായിട്ട് ബാംബുവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഹരിതം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനമുണ്ട്. അതേപോലെ തന്നെ ഒരു ആർട്ടിസാന്മാരുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഇത്രയും ആർട്ടിസാന്മാരുടെ എല്ലാം കൂടി ഒരു ഗ്രൂപ്പുണ്ട്, എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പുണ്ട്. ബാംബു എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. അത് വലിയൊരു സാധ്യതയുള്ളൊരു മെറ്റീരിയലാണ്. കാരണം വെച്ചാൽ പ്ലാസ്റ്റിക് പോലുള്ള ഈ അജൈവ മെറ്റീരിയലുകൾക്ക് പകരം വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റോ മെറ്റീരിയലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുള. ഇപ്പോൾ ധാരാളമായിട്ടുള്ള അത്തരം കാര്യങ്ങളെക്കുറിച്ച് അവബോധമുള്ള ഒത്തിരി ആളുകൾ അത്തരം പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനായിട്ടും അതുകൊണ്ട് വീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കുക, അങ്ങനെയുള്ള പലതരത്തിലുള്ള സാധ്യതകൾ ഉപയോഗിക്കാനായിട്ട് മുമ്പിലേക്ക് വരുന്നുണ്ട്. അത് വലിയൊരു സാധ്യതയാണ്. അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. അവരുടെ പ്രവർത്തനമൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു വില്ലേജിൽ തന്നെ മുളയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അത് മുളയുടെ നേഴ്സറി, ബാബുരാജ് എന്ന് പറഞ്ഞ ആളിവിടെ ഒരു വലിയൊരു മുളയുടെ നേഴ്സറി നടത്തുന്നുണ്ട്. അതിൽ തന്നെ ഒരു 10-40ഓളം വെറൈറ്റി ബാംബൂസ് ഉണ്ട്. അത് ഓർണമെൻ്റലായിട്ടുള്ള ബാംബു ഉണ്ട്, യൂട്ടിലിറ്റിക്ക് പറ്റുന്ന രീതിയിലുള്ള ബാംബു ഉണ്ട്. അവരങ്ങനെ പുതിയ രീതിയിലുള്ള ഒത്തിരി വെറൈറ്റീസ് കൊണ്ടുവരാനും അതിവിടെ പരിചയപ്പെടുത്താനായിട്ടുള്ള വലിയൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അവർ നമ്മളെല്ലാം കൂടി ഒരുമിച്ചാണ്. ഞങ്ങളൊരു ക്രാഫ്റ്റിൻ്റെ സെക്ഷനാണ്, മുള ഉപയോഗിച്ചുള്ള ക്രാഫ്റ്റിൻ്റെ സെക്ഷനാണ് ചെയ്യുന്നത്. അവരത് പ്ലാന്റിങ് പോലെയുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ പല മേഖലകളിലും ബാംബു പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. റബ്ബറൊക്കെ തന്നെ വെട്ടിമാറ്റിയിട്ട് ബാംബു ഒക്കെ വെച്ച് പിടിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഈ പാല ഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകളത് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ തന്നെ പലതരം ക്രാഫ്റ്റുകൾ ചെയ്യുന്ന ആളുകളാണ്. ചിലരിങ്ങനെ ഡ്രൈ ഫ്ലവർ, ബാംബു ഉപയോഗിച്ചുള്ള ഫ്ലവർ ചെയ്യുന്ന ആളുകളുണ്ട്. ചിലർ വീവിങ് ലാംപ് ഷെയ്ഡ്സ് മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നവരുണ്ട്, കിച്ചൺ ഐറ്റംസ്, അങ്ങനെ ഓരോരുത്തരും അതിലെല്ലാം സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ബാംബുവിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇതെല്ലാം മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വർഷത്തിലെ ഒരു വലിയൊരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. എറണാകുളം ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കേരള ബാംബു ഫെസ്റ്റ് എന്ന് പറഞ്ഞുള്ളൊരു പേരിലാണ് നടക്കുന്നത്. അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ മാതൃകയിൽ തന്നെ മാർക്കറ്റിങ്ങിനായിട്ട് ഒരു 3 ഫെസ്റ്റെങ്കിലും കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ഒക്കെ ബേസ് ചെയ്തിട്ടൊരു വർഷത്തിലൊരു 3 ഫെസ്റ്റ് എങ്കിലും സംഘടിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഒരു 3 ഫെസ്റ്റ് നടപ്പിലാക്കുകയാണെങ്കിൽ ബാംബു ആർട്ടിസാന്മാർക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് മാറും ഇവിടെ.
അതിൽ 3-4 മാസം പ്രൊഡക്ഷൻ നടത്തുകയും അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിട്ട് അതിവിടെ മാറും. മുള ഉപയോഗിച്ചുള്ള ഭക്ഷ്യ വസ്തുക്കൾ നിർമ്മിക്കുക, ബേക്കറി വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു യൂണിറ്റാണിത്. അപ്പം മുള ഒരു ഭക്ഷണം കൂടിയാണ്. എയർ, വാട്ടർ, അതേപോലെ തന്നെ ഷെൽട്ടർ എന്ന പോലെ തന്നെ ഫുഡും കൂടിയാണ് മുള പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ബാംബു ഹെറിറ്റേജ് വില്ലേജിൽ മുള അരി ഉപയോഗിച്ചും മുളങ്കൊമ്പ് ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുള അരി ഉപയോഗിച്ച്, മുളയരി ഏറ്റവും ഓർഗാനിക്കായിട്ടുള്ള, ഏറ്റവും ശുദ്ധമായിട്ടുള്ള, അതേപോലെ നമുക്ക് പ്രമേഹം പോലെയുള്ള രോഗങ്ങൾക്ക് ഉള്ള ഔഷധമായിട്ടാണ് ഇന്ന് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ആ മുളയരി ഉപയോഗിച്ച് നമ്മൾ ചില ബേക്കറി സാധനങ്ങൾ, ഇന്ന് ബേക്കറി ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണ്. കാരണം പലവിധ രാസവസ്തുക്കളാണ് ബേക്കറിയിൽ ഉപയോഗിക്കുന്നത്. ബിസ്ക്കറ്റ് പോലെയുള്ള മൈദയും അതിൻ്റെ അമിതമായ ഉപയോഗവും അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള രാസവസ്തുക്കളുടെ ഉപയോഗമൊക്കെ ഇന്ന് ബേക്കറി മേഖലയെ വല്ലാണ്ട് പൊല്യൂട്ടഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഭക്ഷണശീലത്തിൻ്റെ നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ട് ബേക്കറി മാറിയിട്ടുണ്ട്. ഈ ബേക്കറി കുറച്ചും കൂടി ശുദ്ധമായ ബേക്കറിയാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ ഒരു ഇതും കൂടിയാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം മൈദയ്ക്ക് പകരം ഞങ്ങളിവിടെ ആട്ട തന്നെ, സ്വന്തം മില്ലിൽ തന്നെയാണ് ഞങ്ങൾ ആട്ട, ഗോതമ്പ് പൊടിച്ച് ആ പൊടി ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മുളയരിയും മറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന മറ്റ് മെറ്റീരിയൽസും, അതിൽ ഞങ്ങൾ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതെങ്ങനെയാണ് നമ്മൾ ബാംബു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബാംബു റൈസ് ബിസ്ക്കറ്റ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇതിനിപ്പോൾ തന്നെ ബാംബു ഷൂട്ട് നമ്മൾ ഡ്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡ്രയറുണ്ട്. ആ ഡ്രയറിൽ ബാംബു ഷൂട്ട് ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത ജൂൺ മാസത്തോടു കൂടിയാണ് ബാംബു ഷൂട്ട് ലഭിക്കുക. ഈ ഘട്ടത്തിൽ ബാംബു ഷൂട്ട് കളക്ട് ചെയ്ത് അത് ഡ്രൈ ചെയ്ത് പൗഡറാക്കി നമുക്ക് പലതരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ, പ്രത്യേകിച്ച് നമുക്ക് ബേബി ഫുഡ് പോലെ തന്നെ ഓൾഡ് ഏജ് ഫുഡും നമുക്ക് ആവശ്യമുണ്ട്. ആ ഓൾഡ് ഏജ് ഫുഡും ഞങ്ങളിവിടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പം അത് മറ്റൊരു കോൺസെപ്റ്റാണ്. കാരണം വയസ്സുകാലത്ത് ആണ് നമുക്ക് ശരിയായ പ്രോട്ടീനും വൈറ്റമിൻസും അതേപോലെ മറ്റ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസൊക്കെ ധാരാളമായിട്ട് ലഭിക്കേണ്ട ഒരു കാലം കൂടിയാണ് വയസ്സുകാലം. അപ്പോൾ ആ സമയത്ത് കൂടുതൽ എനർജി നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഓൾഡ് ഏജ് ഫുഡ് എന്നുള്ള ഒരു രൂപത്തിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ 5 തരത്തിലുള്ള ബിസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത്. കാന്താരി ബിസ്ക്കറ്റ്, കരിവേപ്പില ബിസ്ക്കറ്റ്, ജിഞ്ചർ ബിസ്ക്കറ്റ് ആൻഡ് പെപ്പർ ബിസ്ക്കറ്റ്, അതിൻ്റെ ഇപ്പോൾ ബാംബു റൈസ് ബിസ്ക്കറ്റും. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഈ യൂണിറ്റിൽ ഉണ്ടാക്കുന്നത്. ഇതിൽ ഏതാണ്ട് ഒരു 7ഓളം പേര് പ്രവർത്തിച്ചിരുന്നു. അപ്പം കോവിഡിന് ശേഷം ഞങ്ങൾ വീണ്ടും റീഓപ്പൺ ചെയ്തിട്ട് 2 മാസമായിട്ടുള്ളൂ. അപ്പം കൂടുതൽ ഇതിൻ്റെ വോളിയം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മാർക്കറ്റിങ്ങും ഇതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷിക്കാർ നേരിടുന്ന ഏറ്റവും ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നല്ല ഇനത്തിലുള്ള മുളത്തൈകളുടെ ലഭ്യത കുറവാണ്. കാരണം നമുക്ക് മുള്ളുമുളയാണ് കൂടുതൽ ഇപ്പോൾ തൈകൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അതല്ലാത്ത മുള്ളില്ലാത്ത മുളകളുടെ, വിവിധ തരത്തിലുള്ള മുളകളുടെ, കൊമേഴ്ഷ്യൽ പ്രാധാന്യമുള്ള മുളകളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറികളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നഴ്സറിയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ അതിലൂടെ കർഷകർക്ക് ആവശ്യമായുള്ള മുളത്തൈകൾ വിതരണം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആസ്പർ, ടുൾഡ, ബാൽക്കോവ, അതേപോലെ വളരെ ഇതായിട്ടുള്ള ബിലാത്തി പോലെയുള്ള മുളകൾ, ലാത്തി ബാംബു തുടങ്ങിയ പലതരം മുളകൾ, സ്റ്റോക്സി എന്ന ഓട്ടയില്ലാത്ത സോളിഡ് ബാംബു, ഇങ്ങനെ പലതരം മുളകളുടെ തൈകൾ നമ്മളിവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ഓരോ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് ഓരോ മുളകളും. ഇപ്പോൾ ടുൾഡ മുള അഗർബത്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സ്റ്റോക്സി ഫർണിച്ചർ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ ആനമുള പോലെയുള്ള മുളകളുടെ വിത്തുകൾ ആകുമ്പോൾ പല സ്ഥലത്തും പൂക്കുമ്പോൾ അത് അറിയാതെ പോവുകയും അത് വീണ് മുളച്ച് നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ എവിടെയാണോ മുള പൂക്കുന്നത് അവിടെ പോയിട്ട് മുളവിത്തുകൾ ശേഖരിച്ചുകൊണ്ട്, അതേപോലെ ഇവിടെ ഇല്ലാത്ത മുളവിത്തുകൾ മറ്റ് നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ ശേഖരിച്ചുകൊണ്ട് അതിൻ്റെ തൈകൾ ഉണ്ടാക്കി ഇവിടെ വിതരണം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ നഴ്സറിയിൽ ഏതാണ്ട് ഒരു 8ഓളം പേര് പണിയെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 45 തരം മുളകളുടെ തൈകളാണ് ഇപ്പോൾ നമുക്ക് വിതരണത്തിന് തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പം പുതിയ തൈകൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രാദേശികമായി തന്നെ മുളത്തൈകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും കൂടി, അതിൻ്റെ നഴ്സറി സാപ്ലിങ്സ് ലഭ്യമാക്കുന്നുള്ള ശ്രമവും കൂടി നമുക്കുണ്ടെങ്കിൽ മാത്രമേ മുള മേഖല പുഷ്ടിപ്പെടുകയുള്ളൂ. ആർട്ടിസൻസിൽ നിന്ന് ഏറ്റവും നേരിടുന്നൊരു പ്രശ്നം മുള കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനാവശ്യമുള്ള ആർട്ടിസൻസ് മാത്രമല്ല മറ്റ് ഇൻഡസ്ട്രിക്കൊന്നും കേരളത്തെ സംബന്ധിച്ചോളം ഈ മുള കൃഷി ഒരു കൃഷിയായിട്ടൊരു തുടരേണ്ടതുണ്ട്. അത് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇപ്പം നമുക്ക് പല സ്ഥലങ്ങളിലും ഈ കൃഷി നമുക്ക് ആരംഭിക്കാൻ പറ്റും. അത് നല്ല വിളവ് തരുന്ന ഒരു മേഖല കൂടിയാണ്. ഒരു വർഷം ഏതാണ്ട് ഒരു 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ആദായം മറ്റെല്ലാ ചിലവും കഴിച്ച് നമുക്ക് കിട്ടാനുള്ള സാധ്യത ഈ കൃഷിയിലൂടെയുണ്ട്.
കേന്ദ്രീകരിച്ചുള്ള വൻ വ്യവസായങ്ങൾക്കുള്ള സാധ്യതകളാണ് ഇനിയുള്ള കാലത്തുള്ളത്. ആ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള മുള ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നഴ്സറികളും അതിനുള്ള കൃഷി രീതികളും വികസിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളിന്ന് ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുവേണ്ടിയുള്ള മുള കൃഷി ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ വേൾഡ് ഓഫ് ബാംബു എന്ന പേരിൽ ഞങ്ങളൊരു സ്ഥാപനം പുതുതായിട്ട് ആരംഭിക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങൾ ഏതാണ്ട് ഒരു 400ഓളം ഏക്കർ കഴിഞ്ഞ വർഷം ഞങ്ങൾ മുള കൃഷി ചെയ്തു. മുള ഒരു ഏകവിളത്തോട്ടമായിട്ടും ബഹുവിളത്തോട്ടമായിട്ടും നമുക്ക് കൃഷി ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്യാമ്പസിൽ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ക്യാമ്പസിൽ 300 ഏക്കറിൽ 5 തരം മുളകളാണ് ഈ കഴിഞ്ഞ വർഷം ഞാൻ പ്ലാൻ ചെയ്തത്. അതേപോലെ പാല പോലെയുള്ള പൊൻകുന്നം പ്രദേശങ്ങളിലൊക്കെ റബ്ബർ കർഷകർ മുള കൃഷി ചെയ്യാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ലൊരു സൂചനയായിട്ടാണ് കാണുന്നത്. ഭാവിയിൽ കേരളത്തൊരു ബാമ്പുവിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറ്റുന്നതിനും മുളയധിഷ്ഠിത വ്യവസായങ്ങൾ വളർന്നു വരുന്നതിനും മുള ഉപയോഗിച്ചുള്ള തൊഴിൽ മേഖല വർദ്ധിപ്പിക്കുന്നതിനെല്ലാം ഇത് സഹായകമാകും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പോൾ അതിനുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടുവരുന്നത്.